പ്രിയപ്പെട്ടവരെ, ജ്ഞാനായ സമുദായത്തിലെ എല്ലാ ദേവാലയങ്ങളിലും 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ വൈദികരുടെ ട്രാൻസ്ഫർ നടന്നിരിക്കുകയാണ്. 1-ാം തീയതി മുതൽ കഴിഞ്ഞ ഞായറാഴ്ച വരെ 99% ദേവാലയങ്ങളിലെയും ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞു. ഒരു ദേവാലയം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദേവാലയങ്ങളിലും കഴിഞ്ഞ ഞായറാഴ്ച കുർബാന ചൊല്ലി. വൈദികരുടെ കുറവ് അനുഭവപ്പെട്ടില്ല. അതിൽ വന്ന് സംബന്ധിച്ച ജ്ഞാനായ സമുദായത്തെ സ്നേഹിക്കുന്ന സമുദായത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ വൈദികരെ വിടണ്ട, വൈദികർ പോകാൻ പാടില്ല, ജ്ഞാനായ സമുദായ ജനത്തിന് കുർബാന അർപ്പിച്ചു കൊടുക്കരുത്, പള്ളികൾ മുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനായ സമുദായത്തിലെ 2 സഹായമെത്രാച്ചന്മാരും അതുപോലെ തന്നെ യാക്കോബായ സഭയിലെ മെത്രാച്ചന്മാരും വരെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടും വൈദികരെ വിളിച്ച് പോകരുത് എന്ന് പറഞ്ഞിട്ടും വിശുദ്ധ കുർബാന മുടങ്ങി അങ്ങനെ ഒരു ദേവാലയം ഉണ്ടാകുകയാണെങ്കിൽ അത് പാപമാണ്. ഞങ്ങൾ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ കുർബാന മുടക്കുന്നത് പാപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാക്കോബായ സഭയിലെ ഏതാണ്ട് 10-14 വൈദികര് ജ്ഞാനായ സമുദായത്തിലെ ദേവാലയങ്ങളിൽ വന്ന് ബലിയർപ്പിക്കുകയുണ്ടായി. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ജ്ഞാനായ സമുദായം ഒരിക്കലും അവരെ മറക്കുകയില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ ജ്ഞാനായ സമുദായത്തെ സഹായിച്ചവരാണ് അവര്. ഇനിയും വരുന്ന അടുത്ത ഞായറാഴ്ചയുണ്ട്. ഇനിയുള്ള ഞായറാഴ്ചകളിലും മുടക്കുന്നതിന് വേണ്ടി കുർബാന മുടക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ വീണ്ടും പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച വന്ന് ജ്ഞാനായ സമുദായത്തിലെ ദേവാലയങ്ങളിൽ ചൊല്ലിയ യാക്കോബായ സഭയിലെ വൈദികരോട് അവിടുന്ന് വിളിച്ചു പറയുന്നു, പോകരുത് എന്ന് വീണ്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊന്നും ജ്ഞാനായ സമുദായം കുലുങ്ങയില്ല. ഇത് ദൈവത്തിന്റെ വിശുദ്ധ ബലിയാണ് അർപ്പിക്കുന്നത്. ആ ബലി മുടക്കുവാന് ഒരു സാത്താന്യ ശക്തിക്കും കഴിയുകയില്ല. സുഖമായിട്ട് അടുത്ത ഞായറാഴ്ചയും യാതൊരു പ്രോബ്ലവും ഇല്ലാതെ ജ്ഞാനായ സമുദായത്തിലെ മുഴുവൻ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന നടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു മാസം മാത്രമേ ഉള്ളൂ ഈ പ്രോബ്ലം വരുന്നത്. കാരണം വിദേശത്ത് നിന്ന് 2-3 വൈദികര് 3-4 വൈദികർ ഇപ്പം വരുവാനായിട്ട് അവരുടെ ടൈം തീർന്നിരിക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതിസന്ധി നമുക്ക് മാറിക്കിട്ടും. അതുകൊണ്ട് എല്ലാ ദേവാലയങ്ങളിലെയും ആളുകള് അക്ഷമരായിട്ടിരിക്കുക. നിങ്ങൾക്കുള്ള ആത്മീയ ആഹാരം സമുദായത്തിലെ വൈദികരും അതുപോലെ തന്നെ യാക്കോബായിലെ വൈദികരും ഉൾപ്പെടുന്ന ആ വൈദിക സംഘം, മലാഖമാരെ കൂട്ട് പ്രവർത്തിക്കുന്ന ആ വൈദിക സംഘം നിങ്ങൾക്ക് ദൈവത്തിന്റെ വിശുദ്ധ ബലി അവരെ അവിടെ അർപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി ഏതെങ്കിലും ദേവാലയങ്ങളിലെ അങ്ങനെ ഒരു മുടക്കം ഉണ്ടാകുകയാണെങ്കിൽ അത് ഞായറാഴ്ച വൈകിട്ട് തന്നെ വിശുദ്ധ ബലി അവിടെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദേവാലയത്തില് ഇതുപോലെ ബലി രാവിലെ നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ വൈകിട്ട് ആ ദേവാലയത്തിലെ ബലി നടത്തുകയുണ്ടായി. അതുപോലെ മലബാറിൽ 2 ദേവാലയമുണ്ട്. അവിടെ വൈദികരെ വിട്ടതാണ്. അവിടെ ചൊല്ലിക്കൊണ്ടിരുന്ന വൈദികരെ തന്നെയാണ് വിട്ടത്. ആ വൈദികൻ അവിടെ ചെന്ന് തലേ ദിവസമേ അവിടെ പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ കുർബാന ചൊല്ലാൻ ചെന്നപ്പോൾ ആ പള്ളിയുടെ ട്രസ്റ്റി ചൊല്ലണ്ട എന്ന് പറഞ്ഞ് ആ വൈദികനെ, വളരെ ദൂരത്ത് നിന്ന് ചെന്ന വൈദികനാണ്, ആ വൈദികനെ തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. നേരത്തെ ആ ദേവാലയത്തിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വൈദികനാണ്. അദ്ദേഹത്തെ അവരവിടുന്ന് തിരിച്ചുവിട്ടു. അപ്പൊ വൈദികരുടെ കുഴപ്പം കൊണ്ടല്ല അവിടെ കുർബാന നടക്കാതെ ഇരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കുന്നു. ഇവിടെ ജ്ഞാനായ വൈദികരെ വേണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെ അവരൊരു വാശി പിടിക്കുന്നത് ശരിയല്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വൈദികരുടെ ഷോർട്ടേജ് ഉള്ള ഈ സമയത്ത് വൈദികര് ആവശ്യത്തിനായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇടയ്ക്ക് വൈദികരെ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും വരത്തക്കവണ്ണമുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യും. ആദ്യം വന്ന് സമുദായ മെത്രാപ്പോലീത്തയുടെ കൽപ്പന അനുസരിച്ച് അവിടെ വന്ന വൈദികരെ
അവര് അവിടെ കുർബാന ചൊല്ലിക്കുകയാണ് വേണ്ടത്. അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അവരറിയിച്ചാല് ആ വൈദികൻ തന്നെ ചെന്ന് അവിടെ കുർബാന ചൊല്ലും. അല്ലെങ്കിൽ പിന്നെ അതിന് സമുദായത്തിന് അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ജ്ഞാനായ സമുദായ സെക്രട്ടറി പറഞ്ഞത് കേട്ടല്ലോ. ജ്ഞാനായക്കാരെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായില്ലേ? എന്തൊക്കെയായിരുന്നു വിമത ജ്ഞാനായക്കാരും അടിമ യാക്കോബായക്കാരും പടച്ചുവിട്ട നുണകൾ? ജ്ഞാനായ സമുദായത്തിലെ എല്ലാ ദേവാലയങ്ങളിലും തോണിക്കട ഒഴികെ വിശുദ്ധ കുർബാന മുടക്കം കൂടാതെ നടത്തി കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ജ്ഞാനായ സമുദായ വലിയ മെത്രാപ്പോലിത്തായ്ക്കും വൈദിക കൗൺസിലിനും ജ്ഞാനായ കമ്മിറ്റിക്കും സാധിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ജ്ഞാനായ സമുദായത്തിലെ 3 സഹായ മെത്രാന്മാരും 10 വൈദികരും യാക്കോബായ സഭയിലെ മുതിർന്ന മെത്രാച്ചനും ജ്ഞാനായ സമുദായ ജനത്തിന് ആഴ്ചയിൽ 1 പ്രാവശ്യം ലഭിക്കുന്ന ആത്മീയ ആഹാരമായ വിശുദ്ധ കുർബാന മുടക്കുന്നതിന് ആകുന്ന വിധം ശ്രമിച്ചു. അതിന്റെ തെളിവുകൾ സമുദായ നേതൃത്വത്തിന്റെ പക്കൽ ഉണ്ട് താനും. എന്നാൽ അതിനെ ധീരമായി നേരിട്ട സമുദായ സ്നേഹികളായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും, പ്രത്യേകിച്ച് യാക്കോബായ വിഭാഗത്തിലെ ശക്തന്മാരായ ചുരുക്കം വൈദികരോടും ജ്ഞാനായ സമുദായത്തിന് കടപ്പാടും ആദരവുമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ജ്ഞാനായ സമുദായ പള്ളികളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച യാക്കോബായ സഭയിലുള്ള എല്ലാ വൈദികരോടും ജ്ഞാനായ സമുദായം കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ജ്ഞാനായ ജനം തീർച്ചയായും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കും. ജ്ഞാനായ ഭരണഘടന പ്രകാരം 2025 ജനുവരി 1-ാം തീയതി മുതൽ വൈദികരുടെ ട്രാൻസ്ഫർ നടത്തിയപ്പോൾ ജ്ഞാനായ സമുദായത്തിലെ 10 അച്ഛന്മാർ എഴുതി കൊടുത്തു, കാനോനിക മെത്രാൻ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസിന്റെ കൽപ്പന മാത്രമേ കാനോനികമായി ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന്. കുര്യാക്കോസ് മോർ സേവോറിയോസിന്റെ കത്ത് കാനോനികമായി പിന്തുടർന്നു പോകുവാൻ സാധിക്കുകയില്ല എന്നാണ് കത്തിന്റെ ചുരുക്കം. ഈ 10-ൽ 4 പേർക്ക് നിയമനം കൊടുത്തില്ല. ബാക്കിയുള്ള വൈദികർ 6 പേരാണ്. എങ്കിലും 5 പേർ മാത്രമേ കുർബാന ചൊല്ലാതിരുന്നുള്ളൂ. ആ എഴുത്തിൽ ഒപ്പിട്ടിരുന്നവരിൽ ഒരു വൈദികൻ കുർബാന ചൊല്ലി. ജ്ഞാനായ സമുദായ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലുകളാണ് വിശുദ്ധ കുർബാന മുടങ്ങാതെ സമുദായത്തെ രക്ഷിച്ചത്.